ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കിടിലം ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു യമീൻ എന്ന് പറയുന്ന ആപ്പൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്പിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് ഈ ഒരു കിങ്ഫിഷൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റും വളരെയധികം കൂടുതലായിരിക്കും ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കിങ്ഫിഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് കായൊക്കെ പരത്തി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ പച്ചമുളക് നടുകീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് വെക്കണം. ഇനി ഇതിനെ ഒന്നെങ്കിൽ നമുക്ക് മിക്സിയിൽ നന്നായി അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചതച്ചെടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇതേ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ഇതേപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കേണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ ആ ഒരു ഓരോ ഫിഷ് ആയിട്ട് ഇട്ടിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് എല്ലാ ഫിഷിൻ്റെയും സൈഡ് ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഈ ഒരു മസാല എത്തും. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ മീനിലും നമ്മൾ ആ ഒരു മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണോളം കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കൊരു ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഫിഷിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇടുക. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഫുഡ് കളർ ഒഴിച്ചെടുക്കുന്നുണ്ട്. റെഡ് കളർ ഇട്ടാൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ ആഡ് ചെയ്താൽ മതി. ഇനി ഞാനിതിൽ ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായി ലൂസാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിന് പകരം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റാണ് കേട്ടോ. ദേ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ മീനും എടുത്തിട്ട് അത് നമുക്ക് ഇത് ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ഫിഷിലും ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റും കൂടി മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ടേസ്റ്റായിട്ട് കിട്ടും. ഞാൻ ഇതുമ്മേ കുറച്ച് വേപ്പില കൂടി
ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മസാല ആക്കിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്കിത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട കിഡിലൻ ഫിഷാണ്. അപ്പോൾ ഇതേപോലെ എന്തായാലും ചെയ്യണം. വളരെ ടേസ്റ്റാണ്. ഞാനിത് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് നോക്കിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടെ അമർത്താനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഇത് നമുക്ക് സാധാ റൈസിലേക്കായാലും അതുപോലെ തന്നെ ബിരിയാണി റൈസിലേക്കായാലും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.